നമസ്കാരം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ അപകടകാരിയായിട്ടുള്ള ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. ഇതോടെ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അടക്കമുള്ള ബഹിരാകാശ യാത്രികർ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് തിരികെ വരാൻ സമയം എടുക്കും എന്ന് നാസ അറിയിച്ചിരിക്കുന്നു. 322 ദിവസത്തെ ബഹിരാകാശ ജീവിതത്തിൽ നിന്നും ഇന്ത്യൻ വംശജയായിട്ടുള്ള സുനിത വില്യംസ് അടങ്ങുന്ന സംഘം ജൂൺ 18-ന് ബഹിരാകാശത്ത് നിന്ന് തിരികെ എത്തുമെന്നതായിരുന്നു അറിയിപ്പ്. എന്നാൽ അപ്രതീക്ഷിതമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ അപകടകാരിയായിട്ടുള്ള ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ ഇതേക്കുറിച്ച് പഠിക്കാനും നിരീക്ഷിക്കാനും വേണ്ടി ബഹിരാകാശത്ത് ഇക്കൂട്ടർ തുടരും എന്നതാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ അവരുടെ യാത്ര വൈകുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആന്റി മൈക്രോബിയൽ മരുന്നുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബാക്ടീരിയയായ എൻട്രോബാക്ടൻ ബുഗണ്ടൻസിസിയെയാണ് ബഹിരാകാശ നിലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ശ്വാസകോശത്തെ മാരകമായി ബാധിക്കുന്ന ഇവയെ സൂപ്പർ ബഗ് എന്ന് വിളിക്കുന്നുണ്ട്. ഏറെക്കാലമായി നിലയത്തിലുണ്ടായിരുന്ന ഇവ അതിനുള്ളിലെ അടഞ്ഞ അന്തരീക്ഷത്തിൽ ജനിതക മാറ്റത്തിലൂടെ കൂടുതൽ ശക്തിയാർജിച്ചിട്ടുണ്ട് എന്നതാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. ഭൂമിയിൽ നിന്നും ബഹിരാകാശ സഞ്ചാരികളിലൂടെയാകണം ഇവ നിലയത്തിലേക്ക് എത്തിയത്. 24 വർഷത്തോളം ബഹിരാകാശ കഴിഞ്ഞ ബാക്ടീരിയകൾ ഇതേ ഗണത്തിൽപ്പെടുന്ന ഭൂമിയിലുള്ള ബാക്ടീരിയയേക്കാൾ ഏറെ അപകടകാരിയാണ്. നിലയത്തിൽ കഴിയുന്ന ബഹിരാകാശ യാത്രികരുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി ഭൂമിയിലേതിൽ നിന്നും വ്യത്യസ്തമായതിനാൽ ഭൂമിയിലെ ചികിത്സാ രീതികൾ എത്രത്തോളം ഫലപ്രദമാകും എന്നത് ഇപ്പോൾ പറയാനാകില്ല എന്നാണ് പറയുന്നത്. കാലിഫോർണിയയിലെ നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി ശാസ്ത്രജ്ഞൻ ഡോക്ടർ കസ്തൂരി വെങ്കടേശ്വരനാണ് പഠനത്തിന് നേതൃത്വം നൽകുന്നതെന്നതാണ് റിപ്പോർട്ട്. അതിനാൽ ബാക്ടീരിയയെ കണ്ടെത്തിയതോടെ കൂടുതൽ നിരീക്ഷണത്തിന് ശേഷമേ സുനിതയ്ക്കും വിൽമോറിനും ഭൂമിയിലേക്ക് മടങ്ങിയെത്താനാകൂ എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതേസമയം നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്റ്റാർലൈനർ എന്ന വിക്ഷേപണം നടത്തുന്നത്. ഇതോടെ ബഹിരാകാശത്തേക്കുള്ള പരീക്ഷണ ദൗത്യത്തിൽ പേടകം പറത്തുന്ന ആദ്യ വനിതയായിരുന്നു സുനിത. നിലവിൽ 322 ദിവസം സുനിത ബഹിരാകാശത്ത് ചെലവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. US നേവൽ അക്കാദമിയിൽ പഠിച്ചിറങ്ങിയ സുനിത 1998-ലാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. സുനിതയുടെ 3ാമത്തെ ബഹിരാകാശ യാത്രയായിരുന്നു ഇത്. ആദ്യ യാത്ര 2006 ഡിസംബർ 9-നായിരുന്നു.